വന്നിട്ടുള്ളത് ഹിമയിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ യൂട്യൂബേഴ്സ് എല്ലാവരും പാടെ നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മളിവിടെ പാവപ്പെട്ട വൃദ്ധരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മളെ ഈ കല്ലുമാല ഒരു ഓളായിട്ട്, അതായത് എല്ലാവരും പാടെ കഴിയുന്ന സംഖ്യ എടുത്ത് ബാക്കി നമുക്ക് എമൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് നയിച്ച ഞങ്ങളെ KL മലപ്പുറം ബ്ലോഗിന് 1000 നന്ദി, എൻ്റെയും എൻ്റെ നമ്മുടെ ഗ്രൂപ്പിൻ്റെയും പേരിൽ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള പരിപാടികൾ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ഓരോ ബർത്ത്ഡേ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പോലെ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ടവർക്കും കൊടുക്കാന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് തരാവുന്നതാണ്. ഇതിൻ്റെ ഇതുപോലെ കോൺടാക്ട് നമ്പർ ഇതിൽ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ വരെ സഹായിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ കാളികാവ് അടക്കാക്കുണ്ട് ഹിമ വൃദ്ധസദനത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വെഡ്ഡിങ് ആനിവേഴ്സറി, അതുപോലെ തന്നെ അപ്പോൾ മക്കളുടെ ബർത്ത്ഡേ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മളെത്രയോ പൈസകളില്ലേ വെറുതെ വേസ്റ്റാക്കി കളയണം ഭക്ഷണമായിട്ടും എല്ലാം അല്ലേ. അപ്പോൾ ഇവരെ കൂടെ നമ്മൾ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കുക, അതേപോലെ തന്നെ കേക്ക് മുറിക്കുക, അവർക്കും ഉണ്ടാവില്ലേ മക്കളെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് കൂടിയതാണ്. ഹിമ വൃദ്ധസദനം അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് വീടുകളും പരിസരങ്ങളും ഇത് പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കയറാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയാലെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ വർഷം കൂടിയിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ വർഷവും കൂടണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഒരു നേരത്തെ ഇത് കൊടുക്കുമ്പോൾ അമ്മക്കും സന്തോഷമാണ് അല്ലേ. അതെന്താ പറയുക, നല്ല നമുക്ക് ദുന്യാവുക്കും ഒരു ആഹൃത്തക്കും നല്ലൊരു കാര്യമാണല്ലോ. പിന്നെ ഇവിടെ എന്നും പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ചിലർ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും അതേപോലെ തന്നെ കുട്ടികളെ ബർത്ത്ഡേക്കൊക്കെ ഇവിടെ പരിപാടി ഉണ്ടാക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡീറ്റെയിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഉസ്താദിൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ നൽകുന്ന സന്ദേശങ്ങൾക്ക് അത്തരമൊരു സാഹചര്യത്തിൽ ജാതിയും മതവും നിറവും വർണ്ണവും ദേശവും ഭാഷയൊന്നും നോക്കാതെ അനാഥത്വത്തിന്റെ പിടിയിലമർന്ന ഏതൊരാളുണ്ടോ അവർക്കൊരായിരം സ്നേഹത്തിന്റെ കൈ നീട്ടിക്കൊടുക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ഹിമ കെയർ. നമ്മുടെ ഈ സ്ഥാപനത്തിനായി എന്ന് സന്തോഷത്തോടുകൂടെ നിർവൃതിയോടുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്ന്, സ്നേഹത്തിനും കാരുണ്യത്തിനുമൊക്കെ മുമ്പത്തെക്കാളേറെ വലിയ പരിഗണന കിട്ടിയ ഒരു കാലമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ജനിച്ചു വളരാൻ പ്രതീക്ഷിക്കാൻ ആരും ലോകത്തുണ്ടാവില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഗതികൾ നമ്മൾ ലഭിക്കുന്നതും ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഒറ്റപ്പെട്ടതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ പുത്തുടഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും നമ്മളും ഇവർക്കും എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ നമ്മളെ ഗ്രൂപ്പിന്റെ ഇങ്ങനത്തെ ചാലഞ്ച് സംഭവങ്ങളൊക്കെ മുൻനിർത്തി ചെയ്യുന്നത് നമ്മുടെ കേരളമാണ്. അപ്പോൾ കേരളത്തിൽ നിറഞ്ഞ കൈയ്യടി ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ പുസ്തകത്തൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചപ്പോ സത്യത്തിൽ കണ്ണു നിറഞ്ഞ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് അല്ലേ നമ്മുടെ അറിവില്. അതുപോലെ തന്നെ അറിവിന്റെ കൂടെ പോയിട്ടുള്ള മറ്റു വ്യക്തികളെ കുറച്ച് ആളുകളുണ്ട്, അവരെ കൂടെ സമയത്ത് ഓർക്കണം. കാരണം നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ജന്മം തന്നതാവാം. ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല. എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രല്ല പിന്നെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. അത്രയും ആൾക്കാരെ കണ്ടു. നമ്മൾ ഇത്രയും ആളിടയിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടിയിട്ട് ഇത്ര
ഇത്രയാളെ ആയിട്ട് കാണാനും പിന്നെ ബന്ധപ്പെടാനും ആയതിൽ എനിക്ക് എത്ര വലിയ പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരവസ്ഥയും വരാതിരിക്കട്ടെ, നല്ലതായിട്ടുള്ള ജീവിതം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറയാം. അപ്പം ഇവർക്ക് കുറച്ച് തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് സന്തോഷ ഫാമിലിക്കുള്ള മൊമെന്റോ കഴിക്കുന്നതിന് വേണ്ടി ഒരു നാടൻ ഫാമിലി ഒരു നാടൻ ഫാമിലി അമ്മനെ കാണില്ല ടീച്ചർ. അറിയില്ല, ഒരുപാട് സന്തോഷവും സങ്കടമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ വന്ന് കൂടിയിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുന്നത് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച KL മലപ്പുറം ആണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അതിന് അവരോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഡയമണ്ട് വണ്ടൂരാണ്. അപ്പൊ ഈ കല്യാണ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതായത് നമ്മുടെ വണ്ടൂർ കൗൺസിലർ നേരം ആദ്യമായി ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത് നമ്മുടെ വണ്ടൂർ കാളികാവ് റോട്ടുമ്മ ഉള്ള ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ഡയമണ്ട് എന്ന് പറയുന്ന ജ്വല്ലറിയിൽ നിന്നാണ് കേട്ടോ. നല്ല അടിപൊളി സെലക്ഷനും കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്വർണ്ണം വാങ്ങാൻ ഇനി നമ്മുടെ വണ്ടൂരിൽ പിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് എന്തായാലും പോകണം കേട്ടോ. നല്ല അടിപൊളി സെലക്ഷനാണ് അവിടെ. നല്ല റേറ്റിനൊക്കെ അത്യാവശ്യം കുറവുണ്ട്. അപ്പോൾ എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.